ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗാളിൽ നടന്ന അതിക്രമത്തിന്റെ പേരിൽ തെരുവിൽ ഇറങ്ങിയവർ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളിൽ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. രഞ്ജിത്തിനെതിരെ നിയമ നടപടികൾ ആവശ്യമെന്ന് BJP. വയനാട് പുനർനിർമ്മാണ വീടുകൾക്ക് 3.5 കോടി രൂപയുടെ ഫർണിച്ചറുകൾ നൽകി ഫ്യൂമ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബംഗാളിൽ നടന്ന അക്രമത്തിന്റെ പേരിൽ തെരുവിൽ ഇറങ്ങിയവർ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. What to hide? Because when the government, one committee report is coming against the abusing the women and the problem with the women actors, so it should be cleared by the CPIM government. It's very unfortunate that when there is an issue of abusing women or some atrocities against women in Bengal, the CPM is always there in the street. But why in Kerala? It has been so late that 4 years it took place, and also the entire committee report has not yet come out. Where are the culprits? They should be immediately booked. Why they have not been arrested? That is the main question from the Kerala people. So our party from 29th is holding agitation in different districts. All the districts we are holding the programs against this, and we are asking for the arrest of those people who are. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രഞ്ജിത്തിനെതിരെ നിയമ നടപടി വേണമെന്ന് BJP. ഈ ആവശ്യമുന്നയിച്ച് സംവിധായകൻ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ചാലപ്പുറത്തെ വീട്ടിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സജീവൻ കുറ്റപ്പെടുത്തി. ആരോപണം വന്ന ഉടനെ രഞ്ജിത്തിനെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തു നിന്നും പുറത്താക്കി കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. പകരം പഴയ SFIക്കാരൻ കൂടിയായ രഞ്ജിത്തിനെ മഹത്വവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പല യുവതികളും മുമ്പ് ദുരനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്ന് പരസ്യമായി ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ തിക്ത അനുഭവങ്ങളെ സംബന്ധിച്ച് പങ്കുവച്ചപ്പോൾ പോലും സർക്കാർ അവരെ ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. രഞ്ജിത്തിനെതിരായിട്ട് ആരോപണം വന്നിട്ട് എത്ര ദിവസമായി? ഇപ്പൊ വാർത്ത പുറത്തു വരുന്നു, രാജിവെച്ചെന്ന്. വലിയ മഹാകാര്യമാണ്. ആ വാർത്ത അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപണം വന്ന നിമിഷത്തിൽ അവരെ ചവിട്ടി പുറത്താക്കേണ്ടതായിരുന്നു സർക്കാർ. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കിണാരി, ജില്ലാ സെക്രട്ടറി T റനീഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശിധരൻ നാരങ്ങയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാരായ സരിത പറയേരി, രമ്യ സന്തോഷ്, നേതാക്കളായ CP വിജയകൃഷ്ണൻ, K ഷൈബു, വിഷ്ണു പയ്യാനക്കൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രതിഷേധിച്ച പ്രവർത്തകരും പോലീസുമായി ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കണ്ണന്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പിറന്നാൾ സദ്യയും ഒരുക്കി. അഷ്ടമി രോഹിണി നാളിൽ കൃഷ്ണഭക്തിയിൽ നിറഞ്ഞ് ക്ഷേത്രങ്ങളും പരിസരവും. അതിരാവിലെ തന്നെ പിറന്നാളിൽ ഉണ്ണിക്കണ്ണനെ ദർശിക്കാനും പൂജകളിൽ പങ്കെടുക്കാനുമായി ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്കെത്തി. ജന്മാഷ്ടമിയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി പാൽപ്പായസവും വിഭവസമൃദ്ധമായ സദ്യയും ക്ഷേത്രങ്ങളിലൊരുക്കി. വിഷ്ണു ക്ഷേത്രങ്ങളിൽ അലങ്കാര പൂജ, പുത്തരിപ്പായസ നിവേദ്യം, തട്ട് സമർപ്പണം, അഷ്ടാഭിഷേകം തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ അതിരാവിലെ തന്നെ ദർശനത്തിനായി ഭക്തരുടെ നീണ്ട വരി രൂപപ്പെട്ടിരുന്നു. പിറന്നാൾ സദ്യയ്ക്ക് ശേഷം ഭക്തരും ക്ഷേത്രങ്ങളും മഹാശോഭായാത്രയ്ക്കായി ഒരുങ്ങി. കോഴിക്കോട് തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രം, പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം, ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം, അഴാതർക്കോവിൽ, പാലാഴിമഠം വിഷ്ണു ക്ഷേത്രം, ഇച്ചന്നൂർ ക്ഷേത്രം, ഇരിങ്ങാടൻകുന്ന് ക്ഷേത്രം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ദർശനത്തിനുമായി നൂറുകണക്കിന് ഭക്തർ എത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് പുനർനിർമ്മാണ വീടുകൾക്ക് 3.5 കോടി രൂപയുടെ ഫർണിച്ചറുകൾ നൽകുമെന്ന് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് അസോസിയേഷൻ. ആദ്യഘട്ടത്തിൽ 200 വീടുകൾക്കുള്ള ഫർണിച്ചറുകൾ ഫ്യൂമ വയനാട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന 400 വീടുകളിലേക്ക് ഫർണിച്ചർ നൽകാമെന്നാണ് ഫ്യൂമ മുഖ്യമന്ത്രിക്ക് ധാരണാപത്രം നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. പുതിയ വീട് നിർമ്മിക്കുന്ന മുറയ്ക്ക് 3 മാസത്തിനകം ഫർണിച്ചർ നൽകാനാണ് ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ വാടക വീട്ടിലേക്ക് ഫർണിച്ചർ അത്യാവശ്യം വേണമെന്ന് വയനാട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് 5 ദിവസത്തിനകം 200 വീടുകളിലേക്ക് ഫർണിച്ചർ തയ്യാറാക്കുകയായിരുന്നു. 36 ട്രക്കുകളിലായി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ താമരശ്ശേരി പുല്ലാഞ്ഞിമേട് ഗ്രൗണ്ടിൽ എത്തിച്ചു. ഫ്യൂമ സംസ്ഥാന പ്രസിഡന്റ് ടോമി പുൽക്കാട്ടിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത് നമ്മുടെ ഒരു കടമയാണ്, ഇത് നമ്മുടെ കർത്തവ്യമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന. കച്ചവടവും കാശും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സമൂഹത്തിന്റെ ഉദ്ധരണി കൂടെ നമ്മൾ കാണുന്നതുകൊണ്ട് എപ്പോഴാണേലും എന്തിനാണേലും ഏത് അവസരത്തിനാണേലും ഉയർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ട്, അതിനുള്ള മനസ്സ് നമുക്കുണ്ട്. ഒരു വീട്ടിൽ 80,000 രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. 2 കട്ടിൽ, 2 കിടക്ക, 4 തലയിണ, 1 ഡൈനിങ് ടേബിൾ, 4 കസേര, 1 അലമാര, ഡോർമാറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഒരു വീടിന് നൽകുക. മൊത്തം 3.5 കോടി രൂപയുടെ പദ്ധതിയാണിത്. തുടർന്ന് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ മേഘശ്രീക്ക് കൈമാറി. ഫ്യൂമ സംസ്ഥാന പ്രസിഡന്റ് ടോമി പുലിക്കാട്ടിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി മൻഹർ, രക്ഷാധികാരികളായ റാഫി പുത്തൂർ, MM മുസ്തഫ, സംസ്ഥാന സെക്രട്ടറി പ്രസീദ് കുഡ്വെ, സെക്രട്ടറി ബിജു സ്റ്റാർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷെഹരിയാർ കേഫ്കോ, വയനാട് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് ഹൈടെക് തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തം അടുത്ത ഘട്ടത്തിൽ ഉറപ്പിച്ച് പദ്ധതി പൂർത്തീകരിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഡെന്റൽ എക്സ്പോ കോഴിക്കോട്ട് സമാപിച്ചു. ദന്ത സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 240-ലധികം സ്റ്റാളുകൾ അണിനിരന്ന ഡെന്റൽ എക്സ്പോ.
ദന്ത സംരക്ഷണത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 240-ലധികം സ്റ്റാളുകൾ അണിനിരന്ന ഡെന്റൽ എക്സ്പോ. കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷനാണ് 2 ദിവസം നീണ്ട മേള കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ചത്. ദന്ത ഡോക്ടർമാർ, ഡെന്റൽ ഡീലർമാർ, ഡെന്റൽ ലാബുകൾ, ഡെന്റൽ കോളേജുകൾ, ഡെന്റൽ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 5000-ഓളം ഡെന്റൽ പ്രൊഫഷണലുകൾ എക്സ്പോയിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഡെന്റൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തെ ഡെന്റൽ ടൂറിസം ലക്ഷ്യസ്ഥാനമാക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു. എക്സ്പോയുടെ 14ാം പതിപ്പായ ഇത്തവണത്തെ മേളയിൽ സന്ദർശകരുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K മുഹമ്മദ് ഷൈച്ചൽ അറിയിച്ചു. ഞങ്ങൾ മെയിൻലി പുതിയ പ്രോഡക്ട്സുകൾ ഡോക്ടേഴ്സിന് എക്സിബിറ്റ് ചെയ്യുക, അവർക്ക് അതിൻ്റെ അവയർനെസ് ഉണ്ടാക്കുക. കാരണം ഇത് ടെക്നോളജി കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ടെക്നോളജി മാറുന്നത് ഇങ്ങനത്തെ എക്സിബിഷനിലാണ് ഡോക്ടേഴ്സിന് അറിയാൻ കഴിയുക. അവർ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇങ്ങനത്തെ എക്സിബിഷൻ വെക്കുമ്പോൾ അവർ വന്ന് നേരിട്ട് എല്ലാ ആധുനിക എക്യുപ്മെൻറ്റ്സ് ഇവിടുന്ന് നേരിട്ട് കാണാം. അങ്ങനെയാണ് ഇവിടുന്ന് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഡോക്ടേഴ്സ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഡെന്റൽ സ്ഥാപനങ്ങളുടെ 240-ലധികം സ്റ്റാളുകളാണ് എക്സ്പോയിൽ പങ്കെടുത്തത്. ഡെന്റൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമൊപ്പം ഈ രംഗത്തെ വളർച്ചയും നൂതന ആശയങ്ങളും സാങ്കേതിക വിദ്യകളും മേള ചർച്ച ചെയ്തു. ഇന്ത്യ ഗവൺമെന്റിന്റെ MSME മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച ആദ്യ ഡെന്റൽ എക്സ്പോ കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുവാറ്റക്കടവ് പാലം 2025 പണികൾ പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുക. ഉണ്ണികുളം താമരശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 3.5 കോടി രൂപ ചെലവിലാണ് പൂനൂർ പുഴയ്ക്ക് കുറുകെ കരുവാറ്റക്കടവ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കരുവാറ്റക്കടവ് പാലത്തിന്റെ നിർമ്മാണം 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് കരാറെന്നും എന്നാൽ 2025 തന്നെ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം, കരുവാറ്റക്കടവ് പാലം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചു. ഒരു പ്രദേശത്ത് പാലം വരിക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ വികസനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. പാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചെങ്കിൽ ഇതിന്റെ പാലം ഉദ്ഘാടനത്തിന് നമുക്ക് എന്തായാലും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കാമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം. ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ MK മുനീർ, നജീബ് കാന്തപുരം, മുൻ MLA VM ഉമ്മർ മാസ്റ്റർ, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത, ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ തുടങ്ങിയവരും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിപ്കോ ടെക്സ്റ്റൈൽ പാർക്കിന്റെ പുതിയ ഷോറൂം ബാലുശ്ശേരിയിൽ ആരംഭിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സിപ്കോ സംരംഭങ്ങൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സിപ്കോ ടെക്സ്റ്റൈൽ പാർക്കിന്റെ പുതിയ ഷോറൂം ബാലുശ്ശേരിയിൽ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി കേരള സർക്കാരിന്റെ ടെക്സ്ഫെഡിന് കീഴിലുള്ള സിപ്കോ മാറിക്കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ഇത്തരം സംരംഭങ്ങൾ മികച്ച പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നത്. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ സ്ഥാപനമായി ഷോറൂം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. KM സച്ചിൻ ദേവ് MLA, ടെക്സ്ഫെഡ് ചെയർമാൻ PK മുകുന്ദൻ, MD സലീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത, വൈസ് പ്രസിഡന്റ് TM ശശി, ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട്ട്, പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടിക്കൃഷ്ണൻ, നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ദാമോദരൻ, കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CH സുരേഷ്, സിപ്കോ ചെയർപേഴ്സൺ പുഷ്പ KM, വൈസ് ചെയർമാൻ AM ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഷോറൂമിൽ മിതമായ നിരക്കിൽ മികച്ച തുണിത്തരങ്ങൾ ലഭ്യമാവുമെന്ന് സിപ്കോ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ ഗ്രൂപ്പിന്റെ ഇഹം ഡിജിറ്റലിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച ഷോറൂം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓണം ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. മലബാർ ഗ്രൂപ്പിന്റെ സംരംഭമായ ഇഹം ഡിജിറ്റൽ കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷന് സമീപം യൂണിസെറ്റ് ടവറിൽ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് നിർവഹിച്ചു. ചടങ്ങിൽ കോഴിക്കോട് നോർത്ത് MLA കോട്ടത്തിൽ രവീന്ദ്രൻ, മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അബ്ദുൽ സലാം K, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ അഷർ O, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വീരാൻ കുട്ടി, നിഷാദ് AK, ഷെറീജ് VS, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ കളക്ഷനും ബ്രാൻഡുകളുമായി ലോകോത്തര ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ഗാഡ്ജറ്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരണത്തിന് പുറമെ വിൽപ്പനാനന്തര സേവനങ്ങളും ആനുകൂല്യങ്ങളും ഒപ്പം പ്രത്യേക ഓണം ഓഫറുകളും ഇഹം ഡിജിറ്റൽ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 5000 രൂപയുടെ എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ, കൂടാതെ ബമ്പർ സമ്മാനമായ 2 ടൊയോട്ട ഹൈറൈഡർ കാറുകൾ, ഒപ്പം HDFC ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, EMI പർച്ചേസിനൊപ്പം 10% ക്യാഷ് ബാക്ക്, ഒപ്പം ബാങ്ക് നൽകുന്ന ഒട്ടനവധി ഓഫറുകളും. ഓഫറുകൾ എല്ലാ സ്റ്റോറിലും ബാധകമാണ്. മറ്റ് സ്റ്റോറുകളിൽ നിന്ന് വ്യത്യസ്തമായി മാർക്കറ്റുകളിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും ഒപ്പം ഓൺലൈനിൽ മാത്രം ലഭ്യമാകുന്ന ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാണ്. മൊബൈല്, IT മാർക്കറ്റിലെ എല്ലാ ലേറ്റസ്റ്റ് മോഡലുകളും ഇവിടെ സുലഭമാണ്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ്, കിച്ചൺ അപ്ലയൻസ് എന്നിങ്ങനെ വിവിധ കാറ്റഗറികളിലായി TV, സൗണ്ട് സിസ്റ്റം, ഹോം തിയേറ്റർ, പാർട്ടി ബോക്സ്, AC, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഫാൻ, ഫ്രീസർ, കൂളർ, ഇൻവെർട്ടർ, സ്വിംഗ് മെഷീൻ തുടങ്ങി എല്ലാവിധ അപ്ലയൻസുകളും ഇവിടെ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹെർബ്സ് ആൻഡ് ഹഗ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസും ഉൽപ്പന്നങ്ങളും രാമനാട്ടുകര കിൻഫ്രയിൽ വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിക്ഷേപ രംഗത്ത് കോഴിക്കോട് ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ആയുർവേദത്തിന്റെ പാരമ്പര്യത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ഹെർബ്സ് ആൻഡ് ഹഗ്സിന്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറങ്ങി. ആദ്യഘട്ടത്തിൽ സംവരണി പിഗ്മെന്റേഷൻ ക്രീം, സ്നാനദ്രവ്യ ഓർഗാനിക് ബാത്ത് സോപ്പ്, ആയുർസോൾ ഫുഡ് ക്രീം ഉൾപ്പെടെ 42ഓളം ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തുന്നത്. കോർപ്പറേറ്റ് ഓഫീസ് രാമനാട്ടുകര കിൻഫ്രയിൽ വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിക്ഷേപ രംഗത്ത് കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 210 കോടിയുടെ CSIR പ്രൊജക്ടുകളോട് 26 കോടി വരെ മുടക്കാൻ ആലോചിക്കുന്നത് ആയുഷുമായി ബന്ധപ്പെട്ട ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഇൻഡസ്ട്രി എന്ന നിലയിൽ ആയുർവേദത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹെർബ്സ് ആൻഡ് ഹഗ്സിന്റെ നിർമ്മാണ യൂണിറ്റ് ബാലുശ്ശേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MD തനൂറ ശ്വേതമേനോൻ പറഞ്ഞു. 5 ഏക്കറോളം വരുന്ന ഹെർബൽ ഗാർഡൻസും അതിനോടനുബന്ധിച്ച് ഫീൽഡ് ഹെർബൽ എക്സ്പീരിയൻസ് സെന്ററും ഒക്ടോബറിൽ പ്രവർത്തനം തുടങ്ങും. നമ്മൾ നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ യൂണിറ്റ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ബാലുശ്ശേരിയിൽ ഒരു 15000 സ്ക്വയർ ഫീറ്റിൽ അതും ഓപ്പണിംഗ് ആണ്. ഒക്ടോബർ 10 ഹെർബ്സ് ആൻഡ് ഹഗ്സിന്റെ 42ഓളം പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഓൺ EBOസിലും വരും. അതുകൂടാതെ തന്നെ ഏകദേശം ഒരു 150ഓളം MBOസിലുമായിട്ടാണ് വരുന്നത്. ഹെർബ്സ് ആൻഡ് ഹഗ്സിന്റെ ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യപരമായ മേന്മകളെ കുറിച്ച് സയന്റിസ്റ്റ് കൊങ്കരസി വിശദീകരിച്ചു.
unique product where we are impregnating with the Brazilian clay, where this clay is collected from volcano. So volcano near area we are collecting this sand. This is 100% natural. ചടങ്ങിൽ ജില്ലാ ഇൻഡസ്ട്രി സെന്റർ കോഴിക്കോട് ജനറൽ മാനേജർ രഞ്ജിത്ത്, കമ്പനി ഡയറക്ടർ അബൂബക്കർ, ഓപ്പറേഷൻസ് ഹെഡ് KV നിയാസ്, ഡോക്ടർ രാജേഷ്, ഡോക്ടർ കൊങ്കരസി, ഡോക്ടർ ഷിറിൻ, ഡോക്ടർ സ്നേഹ, ഡോക്ടർ അമ്മു, ഡോക്ടർ സ്നേഹ പ്രകാശ് എന്നിവർ പങ്കെടുത്തു. പുതിയ സംരംഭം ആരോഗ്യ പരിപാലന മേഖലയിൽ ഉയർന്ന നിലവാരം സംരക്ഷിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോസ് കൈമ ബിരിയാണി റൈസിന്റെ കൺസ്യൂമർ പാക്കറ്റുകൾ വിപണിയിലിറക്കി. വർദ്ധമാൻ ആഗ്രോ പ്രൊഡക്ട്സ് കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് റബിയുൽ ഹക്ക് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള വർദ്ധമാൻ റോസ് റൈസ് ബാഗിന്റെയും ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള റോസ് കൈമ റൈസ് ബാഗിന്റെയും 1 കിലോയുടെയും 5 കിലോയുടെയും കൺസ്യൂമർ പാക്കറ്റുകളാണ് ലോഞ്ച് ചെയ്തത്. പാൻ ഇന്ത്യൻ ചലച്ചിത്ര താരം ദുൽഖർ സൽമാനാണ് റോസ് കൈമ റൈസിന്റെ ബ്രാൻഡ് അംബാസിഡർ. ദുൽഖറിന്റെ സാന്നിധ്യം വഴി റോസ് കൈമ റൈസ് ബ്രാൻഡിന് യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും മായം കലരാത്ത ഒറിജിനൽ റോസ് കൈമ റൈസ് ബ്രാൻഡ് എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1 കിലോയുടെയും 5 കിലോയുടെയും റീറ്റെയിൽ പാക്കറ്റുകൾ റീഡിസൈനിങ് ചെയ്ത് അവതരിപ്പിക്കുന്നതെന്നും കമ്പനി സാരഥികൾ പറഞ്ഞു. तो कंज्यूमर बेस्ड मार्केट है, यहाँ राइस तो बहुत कम होता है और इसके लिए बहुत एक हिस्ट्री है. मैं जो हमारा ये होगा सेशन होगा वहाँ हम तब अच्छी तरह बोल पाऊंगा, ठीक है. बड़ा जाननी है इसमें, तो अभी मैं ये नहीं कर पाऊंगा, खुल नहीं पाऊंगा राज, वो मैं जब वहाँ बैठूंगा तब. പരിപാടിയിൽ കമ്പനിയുടെ ഡീലേഴ്സിനുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് റബിയുൽ ഹക്ക്, റീജിയണൽ ബിസിനസ് പാർട്ണർ നാരായണൻ ചന്ദ്ര മൈതി, അസിസ്റ്റന്റ് റീജിയണൽ ബിസിനസ് പാർട്ണർ സോമനാഥ് മൈതി, ജൂനിയർ ഡയറക്ടർ മുഹമ്മദ് റഖീബ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീപതി ഭട്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവന്റിനോടനുബന്ധിച്ച് ടിനി ടോമും നാദിർഷയും അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗാളിൽ നടന്ന അതിക്രമത്തിന്റെ പേരിൽ തെരുവിൽ ഇറങ്ങിയവർ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളിൽ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. രഞ്ജിത്തിനെതിരെ നിയമ നടപടികൾ ആവശ്യമെന്ന് BJP. വയനാട് പുനർനിർമ്മാണ വീടുകൾക്ക് 3.5 കോടി രൂപയുടെ ഫർണിച്ചറുകൾ നൽകി ഫ്യൂമ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.